സ്നേഹിതരെ, സ്പേസ് ചാനലിൻ്റെ വചനവിചിന്തന വേദിയിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. പിറവിക്കാലം 2-ാം ഞായർ നമ്മുടെ വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 25 മുതൽ 34 വരെയുള്ള തിരുവചന ഭാഗമാണ്. 2017 എന്ന പുത്തൻ വർഷത്തിലേക്ക് ചുവടുകൾ വയ്ക്കുമ്പോൾ ദൈവാശ്രയ ബോധമുള്ളവരാകുക, ദൈവപരിപാലനയിൽ ആശ്രയിക്കുക എന്ന് വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം 1-2 തിരുവചനങ്ങളിൽ നാം കാണുന്നു: കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽമേട്ടിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ ആനയിക്കുന്നു. ദൈവാശ്രയ ബോധത്തിലുള്ള, ദൈവപരിപാലനയിലുള്ള സങ്കീർത്തകൻ്റെ വിശ്വാസത്തിൻ്റെ ഏറ്റുപറച്ചിലാണ് നാം ഇവിടെ കണ്ടുമുട്ടുക. വിശ്വാസമായാലും സ്നേഹമായാലും ആശ്രയബോധമായാലും പരസ്പരം ബന്ധമുള്ളതാണ്. അതുകൊണ്ടാണ് നാം ഏറ്റവും സ്നേഹിക്കുന്നവരെയാണ് നാം വിശ്വസിക്കുക. നാം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരെയാണ് നാം ആശ്രയിക്കുക. കൊച്ചുകുട്ടികൾ ഏറ്റവുമധികം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന അമ്മമാരെ ഏറ്റവുമധികം ആശ്രയിക്കുന്നത് പോലെ, ഏതൊരു പ്രതിസന്ധിയിലും അമ്മയുടെ കരങ്ങളിൽ സംരക്ഷിതരാണ് എന്ന് കൊച്ചുകുട്ടികൾ തിരിച്ചറിയുന്നത് പോലെ ദൈവകരങ്ങളിൽ നാമൊക്കെ സംരക്ഷിതരാണ് എന്ന് തിരിച്ചറിയണം. വചനം പറയുന്നു, എന്തു ഭക്ഷിക്കും, എന്തു പാനം ചെയ്യും എന്ന് ജീവനെക്കുറിച്ചോ, എന്ത് ധരിക്കുമെന്ന് ശരീരത്തെക്കുറിച്ചോ നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. ഭക്ഷണത്തേക്കാൾ ജീവനും വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമാണല്ലോ. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായ പിതാവ് അവയെ തീറ്റിപ്പോറ്റുന്നു. നമ്മുടെ ഏതൊരു ആവശ്യവും തിരിച്ചറിയുന്ന വ്യക്തിയാണ് സ്വർഗസ്ഥനായ പിതാവ്. ആ പിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങൾ തുറന്നു വയ്ക്കേണ്ട യാതൊരു ആവശ്യവും നമുക്കില്ല. കാരണം പിതാവ് എല്ലാം അറിയുന്നു. നാം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയുമാണ് അന്വേഷിക്കേണ്ടത്. ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുങ്ങുന്ന കുട്ടികളെ ഒരുക്കുമ്പോൾ അവരോട് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്: എന്തുകൊണ്ടാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? എന്താണ് കുടുംബ പ്രാർത്ഥനയുടെ ആവശ്യം? പലപ്പോഴും കുട്ടികൾ വ്യത്യസ്തമായ രീതിയിലാണ് അതിന് ഉത്തരം നൽകുക. ചില കുട്ടികൾ പറയും, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളും ക്ലേശങ്ങളും ഈശോയെ അറിയിക്കുന്ന അവസരമാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന. മറ്റു ചിലർ പറയും, ഈശോയോട് ഞങ്ങൾ സംസാരിക്കുന്ന അവസരമാണ് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥന. ഞാൻ അവരോട് പറയും, അതുമാത്രമല്ല, ഈ ലോകത്തിലുള്ള ഏറ്റവും വലിയ നന്മ അത് വിശുദ്ധ ഗ്രന്ഥമാണ്, ദൈവവചനമാണ്. ഏതൊരു ക്രൈസ്തവ പ്രാർത്ഥനയെടുത്താലും അത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന്, ദൈവവചനത്തിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ദൈവവചനമാണ്, നന്മയാണ് നമ്മുടെ കുടുംബങ്ങളിൽ മുഴങ്ങി നിൽക്കുക. അപ്പോൾ നാം ചിന്തിക്കുന്നതും ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഈ നന്മയുടെ പശ്ചാത്തലത്തിലാകും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ കുടുംബങ്ങളായിട്ട് മാറും. ക്രൈസ്തവനായാലും ഹൈന്ദവനായാലും മുസ്ലിമായാലും പ്രാർത്ഥിക്കുന്ന കുടുംബം അത് ഐശ്വര്യമുള്ള കുടുംബമാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ പുത്തൻ വർഷം നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ കുടുംബങ്ങളാക്കി മാറ്റണം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ സന്തോഷവും സമാധാനവും സ്നേഹവുമൊക്കെ വിളയാടും. ക്രിസ്തുവിൻ്റെ ജനനം വഴി ഓരോ ക്രൈസ്തവനും സ്വന്തമാക്കേണ്ട സമാധാനത്തിൻ്റെ പ്രതീകങ്ങളായിട്ട് നമ്മുടെ കുടുംബങ്ങൾ രൂപപ്പെടും. മാമുദീസായിലൂടെ ദൈവത്തിൻ്റെ മകനും മകളുമായി തീർന്നവർ, മറ്റു കൂദാശകളിലൂടെ ദൈവപ്രസാദപരം സ്വന്തമാക്കിയവർ, കുടുംബത്തിൽ പ്രാർത്ഥനയുണ്ടാകുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ വിശ്വാസവും നമ്മൾ സ്വന്തമാക്കുകയാണ്.
അതുവഴി ദൈവാശ്രയ ബോധത്തിലേക്ക് കടന്നു വരികയാണ്. അതുകൊണ്ട് 2017 എന്ന പുത്തൻ വർഷം നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം സ്നേഹം നിറയ്ക്കുന്ന, ദൈവ വിശ്വാസം നിറയ്ക്കുന്ന ഒരു നിമിഷങ്ങളായിട്ട് മാറട്ടെ. നമ്മുടെ കുടുംബങ്ങൾ പ്രാർത്ഥനയുടെ കുടുംബങ്ങളായിട്ട് രൂപപ്പെടട്ടെ. രണ്ടാമതായി, നാമൊക്കെ ദൈവത്തോടും മനുഷ്യനോടും നന്ദിയുള്ളവരായി തീരണം. നോട്ടർഡാമിലെ ഒരു കുടുംബത്തിൽ ഒരപ്പച്ചനും 17 മക്കളും ജീവിച്ചിരുന്നു. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമായിരുന്നു അത്. അപ്പച്ചൻ സ്വർണ്ണപ്പണിക്കാരനായിരുന്നു. രണ്ടാമത്തെ മകനായ ആൽബർട്ടിനും മൂന്നാമത്തെ മകനായ ആൽബർട്ട്സിനും ചിത്രകല അഭ്യസിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളതിനാൽ അപ്പച്ചൻ അവരോട് പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ ചിത്രകലയ്ക്ക് പോവുകയും മറ്റൊരാൾ അതിനുവേണ്ടി പണം കണ്ടെത്തുകയും ചെയ്യണം. അതുകൊണ്ട് ആ മക്കൾക്കിടയിൽ ഒരു ഞറുക്ക് വീണു. ആ ഞറുക്കു ലഭിച്ചത് മൂന്നാമത്തെ മകനായ ആൽബർട്ട്സിനാണ്. അതുകൊണ്ട് രണ്ടാമത്തെ മകനായ ആൽബർട്ട്സിന് വേണ്ട പണം തൻ്റെ അധ്വാനം വഴി നൽകണമായിരുന്നു. ഏകദേശം 5 വർഷങ്ങൾക്ക് ശേഷം ആൽബർട്ട്സ് ചിത്രകലയിൽ വളരെ മഹാനായി തീർന്നു. അപ്പോൾ ആൽബർട്ട്സ് ചേട്ടനായ ആൽബർട്ടിനോട് പറഞ്ഞു, ഇത്രയും കാലം ചേട്ടൻ എനിക്ക് വേണ്ടി അധ്വാനിക്കുകയായിരുന്നു, എൻ്റെ പഠനച്ചെലവിന് വേണ്ട പണം സമ്പാദിക്കുകയായിരുന്നു. ഇനി ഞാൻ ചേട്ടന് വേണ്ടി പണം നൽകാം, ചേട്ടൻ ചിത്രകല അഭ്യസിച്ചുകൊള്ളൂ. അപ്പോൾ ആ ചേട്ടൻ ആൽബർട്ട്സിനോട് പറഞ്ഞു, എൻ്റെ കൈകൾ പരിക്കനായിരിക്കുന്നു, ഞരമ്പുകൾക്ക് ബലക്ഷയം സംഭവിച്ചിരിക്കുന്നു, ഇനി എനിക്ക് ചിത്രകലയിൽ മുഴുകുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് നീയൊരു മഹാനായ കലാകാരനായല്ലോ, അത് എനിക്ക് മതി. ചേട്ടനോടുള്ള നന്ദി സൂചകമായി ആൽബർട്ട്സ് വരച്ച ഒരു ചിത്രമാണ് യേശുവിൻ്റെ കരങ്ങൾ കൂപ്പിയുള്ള ഒരു ഛായാചിത്രം. സ്നേഹമുള്ളവരെ, 2017 എന്ന പുത്തൻ വർഷം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടി കരങ്ങൾ വിരിച്ചും കരങ്ങൾ കൂപ്പിയും മുട്ടുകുത്തിയും പ്രാർത്ഥിച്ച അനേകരുണ്ട്. അവരെ ഓർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിമിഷമാകട്ടെ നമ്മുടെ ഈ 2017 എന്ന പുത്തൻ വർഷത്തിൻ്റെ തുടക്കം. അതുമാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മെ സഹായിച്ച, നമ്മെ വളർത്തിയ മാതാപിതാക്കന്മാരെ, അറിവുകൊണ്ട് നമ്മെ സമ്പന്നരാക്കിയ ഗുരുഭൂതന്മാരെ, നമ്മെ സ്നേഹിച്ച് നമ്മുടെ കുറ്റങ്ങളും കുറവുകളും അറിയാതെ നമ്മെ മുന്നോട്ട് നയിച്ച ആത്മീയ ഗുരുഭൂതന്മാരെ, അതുകൂടാതെ നമ്മുടെ സ്നേഹിതരെ എല്ലാം ഓർക്കുന്നതിനും അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും ഉള്ള ഒരവസരമാകട്ടെ ഈ പുത്തൻ വർഷമെന്ന് ആശംസിക്കുന്നു. മൂന്നാമതായി, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ നന്മ നിറയ്ക്കേണ്ട അവസരമാണ് പുതുവർഷം. പിറവിക്കാലത്തും മംഗലവാർത്താ കാലത്തുമെല്ലാം വിശുദ്ധ ഗ്രന്ഥ വായനകളിൽ നിറഞ്ഞു നിന്ന വ്യക്തി സാന്നിധ്യങ്ങളാണ് വിശുദ്ധ യൗസേ പിതാവും പരിശുദ്ധ അമ്മയും. ഇവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ത് എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരു കാര്യമാണ് ഹൃദയവും അധരവും തമ്മിലുള്ള ബന്ധം. യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും ജീവിതത്തിൽ ഈ ഹൃദയവും അധരവും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു. യേശുപിതാവിൻ്റെയും മാതാവിൻ്റെയും അധരത്തെ നിയന്ത്രിച്ചത് ഹൃദയമായിരുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ അധരങ്ങളെ ഹൃദയം നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഏറെ മാറ്റമുള്ളതായിത്തീരും. ദൈവത്തിൻ്റെ തിരുവചനം സ്വന്തമാക്കുവാനും ദൈവഹിതത്തിന് മുമ്പിൽ ആമേൻ പറയുവാനും നമുക്ക് സാധിക്കും. വിശുദ്ധ യേശുപിതാവിൻ്റെ ജീവിതത്തിൽ മാലാഖമാർ ദൈവഹിതം അറിയിച്ചപ്പോൾ ആ ദൈവഹിതം സ്വന്തം ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കുവാൻ വിശുദ്ധ യേശുപിതാവിനെ പ്രോത്സാഹിപ്പിച്ചത്, പ്രേരിപ്പിച്ചത് ഈ ഹൃദയ അധര ബന്ധമാണ്. ദൈവഹിതത്തിന് മുമ്പിൽ ആമേൻ പറഞ്ഞ് ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൻ്റെ മുഴുവൻ പ്രത്യാശയെ തൻ്റെ ഉദരത്തിൽ ഏറ്റുവാങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ ഈ ദൈവഹിതം ഹൃദയവും അധരവും തമ്മിലുള്ള ബന്ധം കാത്തുസൂക്ഷിച്ചവളായി മാറി. അതുകൊണ്ട് സ്നേഹിതരെ, പുത്തൻ വർഷത്തിൽ
ഹൃദയവും അധരവും തമ്മിൽ ബന്ധമുള്ളവരായി മാറുവാൻ, നമ്മുടെ ഹൃദയത്തിലെ നന്മ അധരത്തിലൂടെ പുറത്തു പോകുവാൻ, പുറത്തുള്ളവരെ സാന്ത്വനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, സമാധാനത്തിൻ്റെ ആശംസകളുമായിട്ട് അവരോട് അടുത്ത് ഇടപഴകുവാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ 2017 എന്ന പുത്തൻ വർഷം അനുഗ്രഹത്തിൻ്റെ, ഹൃദയ സമാധാനത്തിൻ്റെ വർഷമായിട്ട് നമുക്ക് അനുഭവിക്കാം. ഒരിക്കൽ കൂടി നമ്മൾ ഇന്ന് വിചിന്തനം നടത്തിയ 3 കാര്യങ്ങളെ മുന്നോട്ട് വയ്ക്കുകയാണ്. ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവാശ്രയ ബോധമുണ്ടാകണം. വിശ്വാസവും സ്നേഹവും നമ്മുടെ ജീവിതത്തിൽ രൂപപ്പെടുത്തിയാലാണ് നമ്മുടെ ജീവിതം ദൈവാശ്രയ ബോധമുള്ള, ദൈവപരിപാലനയിൽ ആശ്രയിക്കുന്ന ജീവിതമായിട്ട് മാറുകയുള്ളൂ. രണ്ടാമതായിട്ട് നമ്മുടെ കുടുംബങ്ങളെ പ്രാർത്ഥനയുടെ കുടുംബങ്ങളാക്കി മാറ്റണം. കുടുംബ നവീകരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമായ കണ്ണാടിയായിട്ട് തെളിഞ്ഞു നിൽക്കും. മൂന്നാമതായി നമ്മുടെ ജീവിതത്തിൽ നന്മ നിറയ്ക്കണം. അത് ഹൃദയവും അധരവും തമ്മിലുള്ള ബന്ധമായിരിക്കണം. അങ്ങനെ ജീവിതത്തിൽ നന്മ നിറയ്ക്കുമ്പോൾ നമ്മുടെ ജീവിതവും ദൈവത്തിൻ്റെ മുമ്പിൽ ഏറ്റവും പ്രീതികരമായ ജീവിതമായി മാറും. പുത്തൻ വർഷം ഏറെ നന്മ നിറഞ്ഞ വർഷമായിട്ട് നമുക്ക് അനുഭവവേദ്യമാകും. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട്, പ്രാർത്ഥന വഴി ഹൃദയത്തിൽ നന്മ നിറച്ചുകൊണ്ട് ആ നന്മ മറ്റുള്ളവരുടെ മുമ്പിൽ പങ്കുവയ്ക്കുവാൻ ഈ പുത്തൻ വർഷം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.